പ്യാരെ ബച്ചോ ആദാബ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, 9ാം ക്ലാസ്സിലെ ഉറുദു ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ആദ്യ യൂണിറ്റ് ഒന്ന് ചർച്ച ചെയ്യാം. എല്ലാവരും പാഠപുസ്തകത്തിൻ്റെ 5ാമത്തെ പേജ് എടുക്കുക. ആദ്മി കെ കാം ആയി, അതാണ് 0 പേജിൻ്റെ ഉൻവാൻ, ഹെഡിങ്. ആദ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന് ഉപകാരപ്പെടണം, അല്ലേ? കാം ആന, ഉപകാരപ്പെടുക. ഇനി അതിൻ്റെ താഴെ 2 വരി കവിതയുണ്ട്. ആ കവിത മഹത്തായ ഒരു ആശയമാണ്. നമുക്കൊന്ന് നോക്കാം. ആദ്മി സെ മിൽത്താ ഹെ, ദിൽ മഗർ കം കിസി സെ മിൽത്താ ഹെ. മനുഷ്യൻ, ആദ്മി എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മിൽത്താ ഹെ, കിട്ടുന്നത്. മനുഷ്യന് കിട്ടുന്നത് മനുഷ്യനിൽ നിന്നാണ്. അതായത് ഒരു മനുഷ്യനിൽ നിന്നാണ് മറ്റൊരു മനുഷ്യൻ ജനിക്കുന്നത്. ദിൽ മഗർ കം കിസി സെ മിൽത്താ ഹെ. പിന്നെന്താ പറയുന്നത്? പക്ഷേ ശരിയായ നല്ല മനസ്സുള്ളവർ വളരെ തുച്ഛമാണ്. വളരെ തുച്ഛം ആളുകൾക്ക് മാത്രമേ നല്ല മനസ്സ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി താഴെ നിങ്ങൾ നോക്കിയേ, ഒരു നല്ല ചിത്രം കാണാം, അല്ലേ? ആ ചിത്രത്തിൽ നല്ല ഒരു കുടിൽ ഉണ്ട്. ഒരുപാട് മൃഗങ്ങളും ഒരുപാട് പക്ഷികളും ഭക്ഷണം കഴിക്കുന്നുണ്ട്, അല്ലേ? ഒരു കർഷകൻ അവർക്കെല്ലാം ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ അതിന് താഴെ 2 ചോദ്യമുണ്ട്, ഒന്ന് നോക്കിയേ. ആപ്പസ് മേം ജഗഡ കർനെ വാലെ ജാൻവർ और परिंदे कैसे दोस्त बन गए. പരസ്പരം കലഹിക്കുന്ന, ജഗഡ കർണ, കലഹിക്കുക, പരസ്പരം കലഹിക്കുന്ന മൃഗങ്ങളും പക്ഷികളും എങ്ങനെ സുഹൃത്തുക്കളായി മാറി എന്നാണ് ചോദ്യം. ഇവിടെ എന്താ ചെയ്യുന്നത്? കർഷകൻ അവർക്കുള്ള ഭക്ഷണം കൊടുത്തു, അല്ലേ? ഭക്ഷണം കൊടുത്തപ്പോൾ അവരെല്ലാവരും നല്ല ക്ഷമയോടുകൂടി ആ ഭക്ഷണം കഴിക്കുകയാണ്. ആ ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. നമ്മോട് ചോദിച്ചത്, ഇവിടെ പരസ്പരം കലഹിക്കുന്ന, പരസ്പരം ഉപദ്രവിക്കുന്ന ജീവികളാണ് ആരൊക്കെ? പൂച്ചയുണ്ട്, എലിയുണ്ട്, അതുപോലെ കുറുക്കനുണ്ട്, കോഴിയുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളുണ്ട്, കാക്കയുണ്ട്. ഇതെല്ലാം എന്താണ്? പരസ്പരം എന്താണ്? ആക്രമിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് അവർ ചെയ്യുന്നത്? വളരെയധികം സൗഹാർദ്ദത്തോടു കൂടി അവരെല്ലാം ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? എങ്ങനെയാണ് ഈ പരസ്പര ശത്രുക്കളായ, പരസ്പരം കലഹിക്കുന്ന ഈ മൃഗങ്ങളും ഈ പക്ഷികളും സുഹൃത്തുക്കളായി മാറി എന്നാണ് ചോദ്യം. എന്താ നമ്മൾ എഴുതുക? കർഷകൻ അവർക്ക് ഭക്ഷണം കൊടുത്തു, അല്ലേ? ആ ഭക്ഷണം കൊടുത്ത സമയത്ത് അവർ ക്ഷമയോടുകൂടി ആ ഭക്ഷണം കഴിച്ചു. അവർക്ക് മനസ്സിലാരോടും ഒരു വെറുപ്പും ഇല്ല. നമുക്കങ്ങനെ എഴുതാം, അല്ലേ? കിസാനെ ബഡെ പ്യാർ സെ ഉസ്കോ ഖാന ദേത്തെ ഹെ. खाना देते वक्त वो सब्र से खाना खाया. उनके दिल में किसी से कोई नफरत नहीं. അത്ര എഴുതി വച്ചാൽ മതി. ഇനി 2ാമതൊരു ചോദ്യമുണ്ട്. ദുശ്മൻ കോ ബി ഹം ദോസ്ത് ബനാ സക്തേ ഹെ കൈസെ. നമ്മുടെ ശത്രുക്കളെ വരെ നമുക്ക് എന്താക്കാം? നമ്മുടെ സുഹൃത്തുക്കളാക്കി മാറ്റാം. എങ്ങനെയാണ് നമ്മുടെ ശത്രുക്കളെ നമ്മുടെ സുഹൃത്തുക്കളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുക എന്നാണ് ചോദ്യം. നമ്മളെന്താ എഴുതുക? നമ്മൾ എപ്പോഴും എന്ത് വേണം? നമ്മുടെ ശത്രുക്കളോട് പോലും നമ്മൾ ക്ഷമയോടുകൂടി വർത്തിക്കണം, അല്ലേ? നമുക്കങ്ങനെ എഴുതാം. ഹമാരെ ദുശ്മനോം കെ സാത്ത് സ്വബർ സെ സുലൂക്ക് കർണ ചാഹിയെ. നമ്മുടെ ശത്രുക്കളോട് നമ്മൾ ക്ഷമയോടുകൂടി പെരുമാറണം. പിന്നെന്താണ്? അവർ നമ്മുടെ ശത്രുക്കളാണെങ്കിലും അവരെ നമ്മൾ സ്നേഹത്തോടു കൂടി നേരിടണം. പ്യാർ വ മുഹബ്ബത്ത് ഹോനാ ചാഹിയെ. നമുക്കവരോടും സ്നേഹമുണ്ടാവണം. പിന്നെന്താ വേണ്ടത്? നമ്മൾ നല്ല മനസ്സിൻ്റെ ഉടമകളായി മാറണം. അച്ഛാ ദിൽക്കി മാലിക് ഹോനി ചാഹിയെ. നമ്മൾ നല്ല മനസ്സിൻ്റെ ഉടമസ്ഥരായി മാറണം. പിന്നെ അവർ അനീതി ചെയ്യുമ്പോൾ നമ്മളെന്തും ചെയ്യാൻ പാടില്ല, നമ്മളും തിരിച്ച് അനീതി ചെയ്യാൻ പാടില്ല. നമ്മളെന്ത് ചെയ്യണം? നീതിപൂർവമായി പെരുമാറണം, അല്ലേ? അദൽ വ ഇൻസാഫ് കെ സാത്ത് രഹ്നാ ചാഹിയെ. നമ്മൾ നല്ല നീതിമാന്മാരായി മാറണം. നീതിയോടുകൂടി എന്തും നേരിടണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താകും? ഹമാരെ ദുശ്മൻ ബി ഹമാരെ ദോസ്ത് ബൻ സക്തേ ഹേ. നമ്മുടെ ശത്രുക്കളും
നമ്മുടെ സുഹൃത്തുക്കളായി മാറും. അത്ര കാര്യങ്ങൾ. ഇനി നമുക്ക് പാഠഭാഗം നോക്കാം. ദിൽ കി ആംഖേം എന്നാണ് പാഠത്തിൻ്റെ പേര്. മനസ്സിൻ്റെ കണ്ണുകൾ, ഹൃദയത്തിൻ്റെ കണ്ണുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ദിൽ മനസ്സ്, ആംഖേം കണ്ണുകൾ. ഞാനൊന്ന് വായിച്ചു തരാം, നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക. യേ ഭഗവാൻ ആജ് യേ ക്യാ ഹുവാ, मैं क्या करूं, माम के लिए दवा कैसे खरीदूं, बेटी सावित्री के इम्तिहान की फ़ीस कैसा अदा करूं. भगवान दास सोचने लगा. जाल फेंकते फेंकते वो थक गया था, लेकिन एक भी मछली उसके जाल में न फंसी. सुबह दोपहर में और दोपहर शाम में ढलने लगी. चारों तरफ अंधेरा छाने लगा. मायूस होकर भगवान दास समुंदर से घर वापस आया. मुँह हाथ धोकर घर में दाखिल हुआ. बरामदे में उसकी बीवी भागमती और बेटी सावित्री दिया जलाकर पूजा कर रही थी. ഇതിൽ നമുക്ക് കിട്ടാത്ത വാക്കുകൾ, നയ അൽഫാസ് നമുക്കൊന്ന് നോക്കാം. ആദ്മി, എന്താണ് ആദ്മി എന്ന് പറയുന്നത്? മനുഷ്യൻ. കാം ആന, പ്രയോജനപ്പെടുക, ഉപകാരപ്പെടുക. ദിൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സ്. ആപസ്മേം ജഗഡ കർണ, പരസ്പരം കലഹിക്കുക. ജാൻവർ എല്ലാവർക്കും അറിയാം, മൃഗങ്ങൾ. പരിന്ത, പക്ഷികൾ. ദോസ്ത്, സുഹൃത്ത്. ദുഷ്മൻ, ശത്രു. ആജ്, ആജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന്. മാം, അമ്മ. ദവ ഖരീദിന, ദവ മരുന്ന്, ഖരീദിന വാങ്ങുക. ഇംതിഹാൻ, പരീക്ഷ. അദാകർണ, അടക്കുക. സോച്ന, ചിന്തിക്കുക. ജാൽ, വല, മീൻ പിടിക്കുന്ന വല അല്ലേ? ജാൽ പേങ്കിന എന്ന് പറഞ്ഞാൽ വല വീശുക, വല എറിയുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വല വീശുന്നത് അല്ലേ? തഖ്ന, ക്ഷീണിക്കുക. മച്ചലി, മത്സ്യം. മച്ചലി, മീനിനാണ് മച്ചലി എന്ന് പറയുന്നത്. പുൻസ്ന, അകപ്പെടുക. സുബഹ്, രാവിലെ. ദോപ്പഹർ, ഉച്ച. ഷാം, വൈകുന്നേരം. ഡെൽന, മാറുക. അന്തേര, ഇരുട്ട്. ഛാന, വ്യാപിക്കുക. മായൂസ്, മായൂസ് ഹോന എന്ന് പറഞ്ഞാൽ നിരാശനാവുക. സമുന്ദർ, സമുന്ദർ നമ്മൾ സാധാരണ മലയാളത്തിലൊക്കെ പറയാറില്ലേ സമുദ്രം, കടൽ അല്ലേ? കടലാണ് സമുന്ദർ. ഘർ, വീട്. വാപ്പസ് ആന, മടങ്ങി വരിക. മുഹാത്ത് ധോന, കയ്യും മുഖവും കഴുകുക. ദാഹിൽ ഹോന, പ്രവേശിക്കുക. ബരാമദേ, വരാന്ത. ബീവി, ബീവി എന്ന് പറയുന്നത് ഭാര്യ. ദിയ ജലാന, വിളക്ക് കൊളുത്തുക. നമ്മൾ വൈകുന്നേരം സന്ധ്യാസമയത്ത് എന്ത് ചെയ്യും? നിലവിളക്ക് സാധാരണ കൊളുത്താറുണ്ട് അല്ലേ? പ്രാർത്ഥനയുടെ ഭാഗമായി നിലവിളക്ക് കൊളുത്തും. അതാണ് ദിയ ജലാന എന്ന് പറയുന്നത്. നമുക്ക് ഇനി അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. ദിൽ കി ആംഖേം, മനസ്സിൻ്റെ കണ്ണുകൾ, ഹൃദയത്തിൻ്റെ കണ്ണുകൾ. യേ ഭഗവാൻ ആജ് യേ ക്യാ ഹുവാ, എൻ്റെ ഈശ്വര എന്ന് പറയാറില്ലേ? എൻ്റെ ദൈവമേ, ഇന്ന് എന്ത് സംഭവിച്ചു? ഇന്നിതെന്ത് പറ്റി? മേ ക്യാ കരും, ഞാനിനി എന്ത് ചെയ്യും? മാം കെ ലിയെ ദവ കൈസേ ഖരീദൂം, എൻ്റെ അമ്മയ്ക്കുള്ള മരുന്ന് ഞാൻ എങ്ങനെ വാങ്ങും? ബേട്ടി സാവിത്രി കെ ഇംതിഹാൻ കി ഫീസ് കൈസ അദാ കരും, മകൾ സാവിത്രിയുടെ പരീക്ഷാ ഫീസ് ഞാനിന്ന് എങ്ങനെ അടക്കും? ഭഗവാൻ ദാസ് സോച്ചനെ ലഗ, ഭഗവാൻ ദാസ് അങ്ങനെ ചിന്തിച്ചു. എന്താ പറയുന്നത്? എൻ്റെ ദൈവമേ, ഞാനിന്ന് എന്ത് ചെയ്യും? എൻ്റെ അമ്മയ്ക്കുള്ള മരുന്ന് ഞാൻ എങ്ങനെ വാങ്ങും? എൻ്റെ മകളുടെ പരീക്ഷാ ഫീസ് ഞാൻ എങ്ങനെ അടക്കും എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ആരെയും? ഭഗവാൻ ദാസ്. ജാൽ പേങ്കത്തെ പേങ്കത്തെ വോ തക് ഗയാത്ത, അദ്ദേഹം ഒരുപാട് സമയം വല വീശി അദ്ദേഹം ആകെ ക്ഷീണിച്ചു പോയി.
ലേക്കിൻ ഏക് ബി മച്ചലി ഉസ്കെ ജാൽ മേ ന പുൻസി. പക്ഷെ അദ്ദേഹത്തിൻ്റെ വലയിൽ ഒരൊറ്റ മീനും കുടുങ്ങിയില്ല. സുബ ദോപഹർ മേം ഔർ ദോപഹർ ഷാം മേം ഢൽനെ ലഗി. അങ്ങനെ രാവിലെ മുതൽ ഉച്ച വരെ, ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വരെ അങ്ങനെ സമയം പോയതറിഞ്ഞില്ല. രാവിലെ മുതൽ ഉച്ച വരെ, ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വരെ സമയം പോയത് അറിഞ്ഞില്ല. സമയം മാറി മാറി വന്നു. ചാരോം തരഫ് അന്തേര ഛാനെ ലഗെ. 4 ഭാഗത്തും ഇരുട്ട് മൂടാൻ തുടങ്ങി. മായൂസ് ഹോക്കർ ഭഗവാൻ ദാസ് സമുന്ദർ സെ ഘർ വാപസ് ആയ. ഒടുവിൽ നിരാശനായിട്ട് ഭഗവാൻ ദാസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. മുഹ് ഹാത്ത് ധോക്കർ ഘർമേം ദാഹിൽ ഹുവ. അദ്ദേഹത്തിൻ്റെ കൈയും മുഖമൊക്കെ കഴുകിയിട്ട് വീട്ടിലേക്ക് കടന്നു. ബരാമദേ മേം ഉസ്കി ബീവി ഭാഗുമതി ഔർ ബേട്ടി സാവിത്രി ദിയാ ജലാ കർ പൂജ കർ രഹി തി. അദ്ദേഹം വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വരാന്തയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാഗുമതിയും അദ്ദേഹത്തിൻ്റെ മകൾ സാവിത്രിയും നിലവിളക്ക് കൊളുത്തിയിട്ട്, സന്ധ്യാസമയമാണ്, നിലവിളക്ക് കൊളുത്തിയിട്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും സംഭവം മനസ്സിലായോ? ഭഗവാൻ ദാസ് എന്ന് പറയുന്നത് ഒരു മീൻപിടുത്തക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഭാഗുമതി, അദ്ദേഹത്തിൻ്റെ മകളാണ് സാവിത്രി. അദ്ദേഹം ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഇരുട്ടുന്നത് വരെ വല എറിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ വലയിൽ ഒരൊറ്റ മീൻ പോലും കുടുങ്ങിയില്ല. അദ്ദേഹത്തിനാകെ നിരാശയോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങി. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ടെൻഷൻ എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ അമ്മക്ക് മരുന്ന് വാങ്ങണം, അദ്ദേഹത്തിൻ്റെ മകൾ സാവിത്രിയുടെ പരീക്ഷാ ഫീസ് അടക്കണം. ഈ എല്ലാ ദുഃഖവും എല്ലാ നിരാശയോടും കൂടി അദ്ദേഹം വെറും കൈയോടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങി. ആ മടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൾ രണ്ടുപേരും കൂടി നിലവിളക്കും കൊളുത്തിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. നമുക്ക് അവരുടെ പ്രാർത്ഥന ഒന്ന് നോക്കാം. അടുത്ത പേജ് എല്ലാവരും നോക്കുക. ഗുൽഷൻ മേ രംഗ് തേരാ ഹർ ഗുൽ മേം തേരി ബൂ ഹേ. ഹർ സിമത്ത് തേര ജൽവ हर शय में तू ही तू है. जिसकी हो कोई हैजत तुझसे ही मांगता है. मुहताज भी तेरा है, हैजत रवा भी तू है. जलवों से अपने यारब ये दिल भी जगमगा दे. मुझको अज़ल से तेरे जलवों की आरज़ू है. दुनिया ये रंग व बू से मुझको गरज ही क्या है. तेरी ही जुस्तजू है, तेरी ही आरज़ू है. जिसके लिए तू नाज़ान दर दर पटक रहा है. ले खोल दिल की आंखें वो तेरे रूबरू है. ആരാണ് കവിത എഴുതിയത്? നാസാൻ ജംഷീദ്പൂരി. എന്താണ് ഈ കവിതയിൽ പറയുന്നത്? നമുക്ക് ഈ കവിതയിൽ നിങ്ങൾക്ക് പ്രയാസമുള്ള വാക്കുകൾ ഒന്ന് നോക്കാം. ഗുൽഷൻ എന്ന് പറയുന്നത് എന്താണ്? പൂന്തോട്ടം. ഗുൽഷൻ പൂന്തോട്ടം. രംഗ് നിറം. ഗുൽ എന്ന് പറഞ്ഞാൽ പൂമൊട്ട്. പൂമൊട്ടിനാണ് ഗുൽ എന്ന് പറയുന്നത്. സിമത്ത് ഭാഗങ്ങൾ, എല്ലാ ദിശകൾ എന്ന് പറയാം, എല്ലാ ഭാഗത്തും. ജൽവ പ്രകാശം, നൂർ എന്ന് പറയും അല്ലേ, പ്രകാശം. ഷേ എന്ന് പറയുന്നത് വസ്തുക്കളാണ്, ചീസ് എന്ന് പറയും, വസ്തുക്കൾ. ഹാജത്ത് ആഗ്രഹം. മാങ്കിന ചോദിക്കുക. മുഹ്താജ് ചോദിക്കുന്നവരാണ്. ഹാജത്ത് ആഗ്രഹം എന്ന് പറഞ്ഞല്ലോ, അത് ആഗ്രഹിക്കുന്നവരാണ് മുഹ്താജ്. ഹാജത്ത് റവ എന്ന് പറഞ്ഞാൽ ആഗ്രഹം പൂർത്തീകരിക്കുന്നവൻ. ജഗ്മഗാന പ്രകാശിപ്പിക്കുക. അസൽ തുടക്കം മുതൽ, പണ്ട് മുതൽ. ഇബ്തിദാസെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആർസു ആഗ്രഹം. ദുന്യാവ് ഭൗതിക ലോകം. അറസ് അത്യാർത്തി അല്ലെങ്കിൽ ആർത്തി. ജുസ്തജു അന്വേഷണം, അന്വേഷിക്കുക. ജുസ്തജു. ദർ എന്ന് പറഞ്ഞാൽ വാതിൽ, ദർവാസ
ദർവാസ എന്ന വാക്കിൽ നിന്നാണ് ദർ എന്ന് വന്നത്. പടക്കിന, എന്താ പടക്കിന എന്ന് പറഞ്ഞാൽ? പടക്കിന അന്വേഷിക്കുക, പടക്കിന. റൂബറു മുമ്പിൽ, നിൻ്റെ മുമ്പിൽ എന്ന് പറയില്ലേ, സാമ്നെ മുമ്പിൽ, അടുത്ത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് കവിത ഒന്ന് നോക്കാം. ഗുൽഷൻ മെ രംഗ് തേര ഹർ ഗുൽ മെ തേരി ബൂ ഹേ, ഹർ സിമത്ത് തേര ജൽവ ഹർ ഷേ മെ തൂ ഹി തൂ ഹേ. ഈ കവിതയിൽ ഇതൊരു ദുആഇയ നസ്മാണ് അല്ലേ, ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ എന്താ പറയുന്നത്? ഗുൽഷൻ മെ രംഗ് തേര. ഗുൽഷൻ എന്ന് പറയുന്നൊരു അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. ഗുൽഷൻ മെ രംഗ് തേര ഹർ ഗുൽ മെ തേരി ബൂ ഹേ, ഹർ സിമത്ത് തേര ജൽവ ഹർ ഷേ മെ തൂ ഹി തൂ ഹേ. എന്താ പറയുന്നത്? പൂന്തോട്ടത്തിൻ്റെ നിറങ്ങളെല്ലാം കൊടുത്തവൻ നീയാണ് അല്ലേ. പൂന്തോട്ടം നിങ്ങൾ കണ്ടിട്ടില്ലേ? വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂക്കൾ അതിലുണ്ടാകും അല്ലേ. ഈ പൂക്കൾക്ക് മുഴുവനും നിറം കൊടുത്തവൻ നീയാണ്. അല്ലെങ്കിൽ പൂക്കളിൽ ഈ പൂക്കളം അല്ലെങ്കിൽ ഈ പൂക്കൾ, ഈ പൂന്തോട്ടത്തിൻ്റെ നിറം മുഴുവനും നീയാണ്. അതായത് ഈ പൂക്കൾക്ക് മുഴുവനും വ്യത്യസ്ത കളറുകൾ കൊടുത്തവൻ നീയാണ്. ഹർ ഗുൽ മെ തേരി ബൂഹേ, ഓരോ പൂമൊട്ടിലും നിൻ്റെ പരിമളം ഉണ്ട്, നിൻ്റെ വാസനയുണ്ട്. അതായത് എല്ലാ പൂമൊട്ടുകൾക്കും വാസന കൊടുക്കുന്നവനും നീ തന്നെയാണ്. പൂക്കൾക്ക് നിറം കൊടുക്കുന്നവൻ, പൂമൊട്ടുകൾക്ക് വാസന കൊടുക്കുന്നവൻ എല്ലാം നീ തന്നെയാണ്. ഹർ സിമത്ത് തേര ജൽവ ഹർ ഷേ മെ തൂ ഹി തൂ ഹേ. ഓരോ വസ്തുക്കളിലും നീയുണ്ട്, ഓരോ വസ്തുക്കളിലും നിൻ്റെ നിയന്ത്രണങ്ങൾ ഉണ്ട്, എല്ലാ സ്ഥലത്തും നിൻ്റെ പ്രകാശമുണ്ട്. ജൽവ എന്ന് പറഞ്ഞാൽ ദിവ്യപ്രകാശം. നിൻ്റെ പ്രകാശം, നിൻ്റെ ആ ദിവ്യപ്രകാശം എല്ലായിടത്തും ഉണ്ട്, എല്ലാ വസ്തുക്കളിലും നീ ഉണ്ട്. ജിസ്കി ഹോ കോയി ഹാജത്ത് തുജ്സേ ഹി മാംഗ്താ ഹേ, മുഹ്താജ് ബി തെരാ ഹേ, ഹാജത്ത് റവാ ബി തൂ ഹേ. പിന്നെ പറയുന്നത് എന്താണ്? ജിസ്കി ഹോ കോയി ഹാജത്ത്, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ തുജ്സേ ഹി മാംഗ്താ ഹേ, അത് നിന്നോട് തന്നെ ചോദിക്കണം അല്ലേ. കാരണം എന്താണ്? നീയാണ് എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുന്നവൻ അല്ലേ. ആർക്കൊക്കെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളെല്ലാം നിന്നോട് തന്നെ ചോദിക്കണം. മുഹ്താജ് ബി തരാഹേ ഹാജത്ത് റവാ ബി തൂഹേ. പിന്നെ പറയുന്നത് ചോദിക്കുന്നവർ, ഈ മുഹ്താജുകളായ ഞങ്ങൾ, ചോദിക്കുന്ന ആവശ്യക്കാരായ ഞങ്ങൾ നിൻ്റെതാണ്. ഞങ്ങൾ ആരാണ്? നിൻ്റെ സൃഷ്ടികളാണ്. നീ സൃഷ്ടാവാണ്, ഞങ്ങളെല്ലാം നിൻ്റെ സൃഷ്ടികളാണ്. ഹാജത്ത് റവാ ബി തൂഹേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് തരേണ്ടവൻ നീ തന്നെയാണ്. ജൽവോം സെ അപ്നെ യാ റബ്ബ് യേ ദിൽ ബി ജഗ്മഗാദേ. പിന്നെന്താ പറയുന്നത്? മുജ്കോ അസൽ സെ തേരെ ജൽവോം കി ആർസൂ ഹേ. നിൻ്റെ ദിവ്യമായ പ്രകാശത്താൽ, ജൽവോം സെ അപ്നെ യാ റബ്ബ്, എൻ്റെ രക്ഷിതാവേ, യാ റബ്ബ് എൻ്റെ രക്ഷിതാവേ, നിൻ്റെ ദിവ്യമായ പ്രകാശത്താൽ, നിൻ്റെ ആ നൂറിനാൽ, നിൻ്റെ ആ ദിവ്യമായ പ്രകാശത്താൽ എന്തു ചെയ്യണം? നീ എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണേ. യേ ദിൽ ബി ജഗ്മഗാഹേ, നീ എൻ്റെ ഹൃദയത്തെ ഒന്ന് പ്രകാശിപ്പിക്കണേ എന്നാണ് പറയുന്നത്. നിൻ്റെ ആ ദിവ്യമായ പ്രകാശം കൊണ്ട് നീ എൻ്റെ ഹൃദയത്തെയും ഒന്ന് പ്രകാശിപ്പിക്കണേ. മുജ്കോ അസൽ സെ തേരെ ജൽവോം കി ആർസൂ ഹേ. എനിക്ക് പണ്ട് മുതലേ, എൻ്റെ ജീവിതകാലം, എൻ്റെ തുടക്കം മുതലേ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ എനിക്ക് ആദ്യമേ ഒരൊറ്റ ആഗ്രഹമുള്ളൂ. എന്തായിരുന്നു ആഗ്രഹം? തേരെ ജൽവോം കി ആർസൂ ഹേ, നിന്നെ കാണുക എന്ന ആഗ്രഹം. നിൻ്റെ ആ ദിവ്യപ്രകാശം, നിൻ്റെ ജൽവ, നിന്നെ കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരേ ഒരാഗ്രഹം. ദുന്യായ രംഗ് ഭൂസേ മുജ്കോ ഗറസ് ഹി ക്യാ ഹേ, തേരീ ഹി ജുസ്തജൂ ഹേ, തേരീ ഹി ആർസൂ ഹേ. ഈ ദുന്യാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഹിക, ഈ നമ്മുടെ ഈ ഭൗതിക ലോകം അല്ലേ. ഈ ഭൗതികമായ ദുന്യാവിൻ്റെ ആഡംബരം, ദുന്യവിയായ ഈ ഭൗതിക ലോകത്തിൻ്റെ ആഡംബരത്തിലൊന്നും എനിക്ക് വലിയ താല്പര്യം ഇല്ല. എനിക്ക് യാതൊരു ആർത്തിയും ദുന്യാവിനോട് ഇല്ല. പിന്നെന്താ എനിക്ക് എന്തേ ഉള്ളൂ? തേരീഹി ജുസ്തജൂഹേ, ഞാൻ നിന്നെ മാത്രമാണ് അന്വേഷിച്ച് നടക്കുന്നത്.
തേരി ഹി ആർസൂ ഹേ, നിന്നെ കാണുക എന്നതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ദുന്യാവിനോട് യാതൊരു ആഗ്രഹവുമില്ല, മറിച്ച് നിന്നെ കാണുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ കവിതയുടെ അവസാന വരിയിൽ കവി എന്താ പറയുന്നത്? കവിയോട് തന്നെ സ്വന്തം പറയാണ്ട്, ജിസ്കേ ലിയേ തു നാസാൻ. നാസാൻ എന്ന് പറയുന്നത് കവിയുടെ പേരാണ്. നാസാൻ ജംഷീദ് പൂരി എന്നാണ് കവിയുടെ പേര്. അദ്ദേഹം പറയാണ്, ജിസ്കേ ലിയേ തു നാസാൻ ദർ ദർ പടക് രഹാ ഹേ, ലേ ഖോൽ ദിൽ കി ആംഖേം വോ തെരേ റൂബറൂ ഹേ. ഇദ്ദേഹം ദൈവത്തെ കാണാൻ വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അല്ലേ. ഓരോ സ്ഥലത്തും അദ്ദേഹം അന്വേഷിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണുക എന്നതാണ് അല്ലേ. പിന്നെ അവസാനം അദ്ദേഹം എവിടെ എത്തി? അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം തിരിച്ചറിഞ്ഞു. ജിസ്കേ ലിയേ തു നാസാൻ ദർ ദർ പടക് രഹാ ഹേ, നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഓരോ വാതിലുകളും മുട്ടി നടന്നു. ഓരോ വാതിലുകളും മുട്ടി ഞാൻ നിന്നെ അന്വേഷിച്ചുകൊണ്ടേ നടന്നു. പക്ഷെ അതിൻ്റെ ആവശ്യം ഇല്ല. ലേ ഖോൽ ദിൽ കി ആംഖേം. പിന്നെ അദ്ദേഹം പറയാണ്, കണ്ണൊന്ന് തുറന്നു നോക്കുക. ഹൃദയത്തിൻ്റെ കണ്ണുകളെ ഒന്ന് തുറന്നു നോക്കുക. കണ്ണ് എന്ന് പറഞ്ഞാൽ ഹൃദയം ഒന്ന് തുറന്ന് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്? ദൈവം എവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ലേ ഖോൽ ദിൽ കി ആംഖേം, നിങ്ങളെന്ത് ചെയ്യണം? ഇദ്ദേഹത്തോട് തന്നെ പറയാണ്, ഇദ്ദേഹം ദൈവത്തെ അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്നു, എല്ലാ വാതിലുകളും മുട്ടി. പക്ഷെ അവസാനം അദ്ദേഹം പറയുന്നത്, കണ്ണുകളൊന്ന് തുറന്നു നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ വോ തേരി റൂബറൂ ഹേ, നിങ്ങളുടെ മുമ്പിലെല്ലാം ദൈവം മുമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ സൃഷ്ടിപ്പ് അല്ലേ, ഈ ലോകത്തുള്ള ഓരോ വസ്തുക്കളിലും നമുക്കെന്ത് കാണാം? ദൈവത്തിൻ്റെ ആ ഒരു സൃഷ്ടിപ്പിൻ്റെ മഹത്വം നമുക്ക് കാണാം. കവി ഉദ്ദേശിച്ചത്, നമ്മൾ കണ്ണ് തുറന്ന് നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കിയാൽ ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിയിലും ആ ഒരു സൃഷ്ടിപ്പിൻ്റെ മഹത്വം നമുക്ക് കാണാം. ഓരോ വസ്തുക്കളിലും നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു കഴിവ് നമുക്ക് കാണാം. എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്? ദൈവത്തിൻ്റെ ഓരോ കഴിവുകളും എല്ലാ വസ്തുക്കളിലും അവൻ്റെ ഓരോ സൃഷ്ടിയിലും ഉണ്ട് എന്നാണ് ഇദ്ദേഹത്തിന് അവസാനം തിരിച്ചറിഞ്ഞത്. അതാണ് ഈ കവിതയിലൂടെ പറഞ്ഞത്. നമുക്ക് ഈ കവിത ഒന്ന് ഈണത്തിൽ കേട്ടു നോക്കാം. എല്ലാവരും നമുക്ക് പഠന പ്രവർത്തനങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യാം. ഇപ്പോൾ ഈ കവിത എല്ലാവർക്കും ഒന്ന് ഈണത്തിൽ കേട്ടു നോക്കാം. गुलशन में रंग तेरा, हर गुल में तेरी बू है, हर सीमत तेरा जलवा, हर शे में तू है. जिसकी हो कोई हैजत तुझसे ही मांगता है, मुहताज भी तेरा है रवा भी तू है. जलवों से अपने यारब ये दिल भी जगमगा दे, मुझको अज़ल से तेरी जलवों की आरज़ू है. गुलशन में रंग तेरा, दुनिया ये रंग बोसे मुझको गरज भी क्या है, तेरी ही जुस्तजू है, तेरी ही आरज़ू है. जिसके लिए तू नाज़ा दर्द भड़क रहा है, ले खोल दिल की आँखें वो तेरी रूबरू है, वो तेरी रूबरू है. गुलशन में रंग तेरा, हर गुल में तेरी बू है, हर सीमत तेरा जलवा, हर शे में तू है. गुलशन